Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിലെ ചാപ്റ്റർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പലപ്പോഴും ഇത് 2 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്കിത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻകം, എന്തിനാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വരുമാനം എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്നതാണ് വരുമാനം എന്നാണ് എല്ലാവരും സാധാരണയായിട്ട് വിചാരിക്കുക. പക്ഷെ ഒരാളുടെ ഇൻകം അസസ് ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്? പ്രധാനമായിട്ടും 8 കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. ഒന്നാമത്തത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്. ഏതെങ്കിലും തരത്തിൽ ഒരു ബിസിനസ്സെന്നോ അല്ലെങ്കിൽ മറ്റുള്ള നേട്ടങ്ങളോ അതെല്ലാം അതിൽ ഇൻകമായിട്ട് പറയാം. ഡിവിഡൻഡ്, ഷെയർ എടുക്കുന്ന ഒരാൾക്ക് ഡിവിഡൻഡ് ഉണ്ടാവാം. ഡിബഞ്ചറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവാം. വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ് ക്രിയേറ്റഡ് ഫോർ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്. ഒരു റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടോ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടോ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും വോളണ്ടറി ആയിട്ട് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ഗെയിംസ് സ്പോർട്സ് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രൽ ട്രസ്റ്റ്, അപ്പോൾ ഇവയിൽ നിന്നൊക്കെ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോളണ്ടറി കോൺട്രിബ്യൂഷൻസ്. നെക്സ്റ്റ് അയാൾക്ക് കിട്ടുന്ന സാലറി, ജോലി ഉണ്ടെങ്കിൽ അതിനുള്ള സാലറി, അവിടെ നേടുന്ന അലവൻസുകൾ, അവരനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ്, പെർക്വിസിറ്റ്സ് എന്ന് പറയും. ക്യാപിറ്റൽ ഗെയിൻസ്, ഇപ്പോൾ വീട്, സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു തുക കിട്ടുന്നുണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ്. പിന്നെ ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിൽക്കുന്ന സമയത്ത് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻസ്. വിന്നിങ് ഫ്രം ലോട്ടറീസ്, ഇപ്പോൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു എമൗണ്ട്. ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ, റേസ്, കാർ റേസ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ മത്സരങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനങ്ങൾ, കാർഡ് ഗെയിംസ്, ബെറ്റിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. പിന്നെ എനി സം റിസീവ്ഡ് ഫ്രം എംപ്ലോയീസ് ആസ് കോൺട്രിബ്യൂഷൻ ടു എനി പ്രൊവിഡൻറ്റ് ഓർ അതർ ഫണ്ട് ഫോർ ദ വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഓരോ സ്ഥാപനവും കൊടുക്കുന്ന പ്രൊവിഡൻറ്റ് ഫണ്ട് പോലുള്ള വരുമാനങ്ങളും അയാളുടെ ഇൻകത്തിൻ്റെ ഭാഗമായിട്ട് പറയാം. എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി വിച്ച് മീൻസ് എ പോളിസി ടേക്കൺ ബൈ എ പേഴ്സൺ on the life of another person who is or was an employee of the first person connected in any manner with the business. അതിൽ കീമാൻ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയിയുടെ മുകളിൽ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് എടുക്കുന്നതാണത്. എന്തെങ്കിലും ഒരു എന്താണ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ഒരു മരണമോ സംഭവിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ സാധാരണ എംപ്ലോയിയുടെ മുകളിൽ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ഇൻകമായിട്ട് പറയാം. അല്ലാതെ നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന സാലറി മാത്രമല്ല ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ ഈ 8 കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഇയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2(9) അസസ്മെന്റ് ഇയർ. ഏതിനാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്? 2 മാർക്സിന് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണത്. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദ first day of April every year and ending on 31st March of the next year. അപ്പോൾ ഓർത്ത് വെക്കുക, എളുപ്പത്തിന് പഠിച്ചു വെച്ചാൽ മതി. 1st April to 31st March വരെ വരുന്ന ഏതൊരു വർഷത്തിൻ്റെയും ആ 12 മാസ കാലയളവിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, 1st April സ്റ്റാർട്ട് ചെയ്ത് 31st March നെക്സ്റ്റ് ഇയറിൽ എൻഡ് ചെയ്യാം. ഇറ്റ് ഈസ് ദ year in which assessment is made on the income of the previous year. ഇനി ഈ അസസ്മെന്റ് ഇയറിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ വർഷത്തെ ഇൻകം അസസ് ചെയ്യുന്നത് ഈ വർഷമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ അസസ്മെന്റ് ഇയർ എന്ന് കൂടി പറയുന്നത്. അതായത് പ്രീവിയസ് ഇയറിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഇൻകം, ആ 8 ടൈപ്പിൽ എന്തൊക്കെ ഇൻകം ലഭിച്ചിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ കണക്കാക്കിക്കൊണ്ട്
കണക്കാക്കുന്നത് ഈ വർഷമായിരിക്കും. ഓക്കെ, അപ്പം അതിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി ദ കറണ്ട് അസസ്മെന്റ് ഇയർ അപ്പം എത്രയാ? 2024 അല്ലേ? 24-25, അതായത് ഈ വർഷം ഏപ്രിൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെ വരുന്ന ആ 12 മാസ കാലയളവിനെയാണ് എന്ത് പറയുന്നത്? അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ഇയറിലാണ് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഏൺ ചെയ്തിരിക്കുന്ന ഇൻകം കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് പ്രീവിയസ് ഇയർ സെക്ഷൻ 3 പറയുന്നുണ്ട്. എന്തിനാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്? പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുന്നിൽ വരുന്ന ഫിനാൻഷ്യൽ ഇയറിനെയാണ് എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ 1 ഏപ്രിൽ ടു 31 മാർച്ച് തന്നെയാണ്. അപ്പൊ അസസ്മെന്റ് ഇയർ ഇപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഓർത്ത് വെക്കുക. ഇപ്പൊ 2024 അപ്പൊ ഈ വർഷം ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ വരുന്ന 12 മാസ കാലയളവാണ് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഇതേപോലെ ഒരു ഫിനാൻഷ്യൽ ഇയർ വന്നിട്ടുണ്ടാവില്ലേ? അതായത് നമ്മളിപ്പം 1 ഏപ്രിലാണ് തുടങ്ങുന്നതെങ്കിൽ ആ 31 മാർച്ച് എൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇയർ ഇതേപോലെ മുന്നുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു അസസ്മെന്റ് ഇയറിന്റെ തൊട്ട് മുന്നേ വരുന്ന ഫിനാൻഷ്യൽ ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ആ ഇയറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇൻകം നേടിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ദ കറണ്ട് പ്രീവിയസ് ഇയർ ഈസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 2023-24 എപ്പോഴത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? 1 ഏപ്രിൽ 2023 മുതൽ 31 മാർച്ച് 2024 വരെയാണ് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് എ ന്യൂലി സെറ്റപ്പ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ എനി അതർ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ, the previous year starts from the date of setting up of the new business or profession or from the date of coming into existence of new sources of income. ഇനി നമുക്ക് പറയാം, ഇൻകം കണക്കാക്കണമെങ്കിൽ 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എപ്പോഴും ചിലപ്പം ആ ഒരു 1 ഏപ്രിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിനെ മാത്രമേ ഇതിൽ പരിഗണിക്കാവൂന്നുണ്ടോ? ഇല്ല. എന്താവാം? ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. മിസ്റ്റർ മേനോൻ started a new business on 15th September 2023. The previous year is from 15th September 2023 to 31st March 2024. കാരണം നമ്മൾ പറഞ്ഞത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. അപ്പോൾ 1 ഏപ്രിലിൽ ഇപ്പൊ നമ്മൾ ബിസിനസ് ഒന്നും തുടങ്ങിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അവിടെ കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. എപ്പോഴാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ 31 മാർച്ച് വരെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അല്ലാതെ എല്ലാം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഈ കറക്റ്റ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഏപ്രിലും മെയിലും ജൂണിലും ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ വേറൊരു മന്തിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് എന്ന് തുടങ്ങുന്നോ അത് മുതൽ 31 മാർച്ച് വരെയാണ് അതിന്റെ ഏത് ഇയർ എന്ന് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നുണ്ട്, മിസ്റ്റർ ഗോപാൽ വാസ് അപ്പോയിന്റഡ് ആസ് എൻ അക്കൗണ്ടന്റ് ഇൻ എ കമ്പനി ഓൺ 1/8. അതായത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് അയാൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ കേസിൽ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ആ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ നെക്സ്റ്റ് 31 മാർച്ച് 2024 വരെ തന്നെയാണ് അവരെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ ഫ്രം 1/8/2023 ടു 31 മാർച്ച് 2024 വരെ നമ്മൾ അവിടെ പരിഗണിക്കും. ഇതാണ് പ്രീവിയസ് ഇയർ വരുന്നത്. അസസ്മെന്റ് ഇയർ വരുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് 2025 വരെ. അതായത് പ്രീവിയസ് ഇയർ ക്യാൻ ബി ഓഫ് ലെസ് ദാൻ 12 മന്ത്സ്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താവാം? 12 മാസം ഫുള്ളായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. So the general rule is that income of a particular year is assessed to the tax in the next year. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം എപ്പോഴും അസസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്ത വർഷത്തിലായിരിക്കും. ഇനി ഈ ഒരു പറഞ്ഞ കാര്യത്തിന് ചില എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആക്സിലറേറ്റഡ് അസസ്മെന്റ്, അതായത് എവറി അസസി ഈസ് ലയബിൾ ടു ബി അസസ്ഡ് ഡ്യൂറിങ് ദ അസസ്മെന്റ് ഇയർ
ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഏൺഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഒരാൾ എന്ത് ഇൻകം ആണോ നേടിയിരിക്കുന്നത് അതിനെ തീർച്ചയായിട്ടും അസസ്മെൻറ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ബട്ട് ഇൻ certain circumstances an assessee shall be assessed during the year in which he earned the income. ഇനി ചില സന്ദർഭം നമ്മൾ പറഞ്ഞ പ്രകാരം നമുക്കൊരു പ്രീവിയസ് ഇയറും ഉണ്ട്, ഒരു അസസ്മെൻറ്റ് ഇയറും ഉണ്ട്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഏൺ ചെയ്തിട്ട്, അതായത് ഏൺ ചെയ്യുന്ന ആ ഒരു 12 മാസക്കാലം അത് ഏൺ ചെയ്തത് നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ അസസ് ചെയ്യുക. അതിനാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. എന്നാൽ ചില കേസസിൽ ഇൻകം ഏൺ ചെയ്യുന്ന വർഷം തന്നെ അസസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ദ അസസി ഈസ് ലയബിൾ ടു പേ ടാക്സ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. അതായത് ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ നേടിയ വരുമാനം കണക്കാക്കുന്നത് നെക്സ്റ്റ് ഇയറിലാണ് നമ്മൾ അതിൻ്റെ ടാക്സ് കൊടുക്കുന്നത്. പക്ഷെ ചില കേസസിൽ നമ്മൾ ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്തത് ആ ഏൺ ചെയ്ത വർഷം തന്നെ നമ്മൾ ടാക്സും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദിസ് ഇസ് നോൺ ആസ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. വാട്ട് ഇസ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്? എക്സെപ്ഷൻസ് ടു ദ ജനറൽ റൂൾ ആർ കേസസ് ഓഫ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിന് എക്സെപ്ഷൻ ഉണ്ട്. അതായത് എല്ലായ്പ്പോഴും ടാക്സ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രീവിയസ് ഇയറിൽ എന്താണോ ഏൺ ചെയ്തത് അത് നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ടാക്സ് കൊടുക്കുന്നു എന്നുള്ള ആ ഒരു പൊതുവായ റൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില എക്സെംഷൻസ് വരുത്തിയിട്ടുണ്ട്. ഏതൊക്കെയോ സിറ്റുവേഷനിൽ അത് നമ്മൾ ആ വർഷം തന്നെ ഏൺ ചെയ്യുകയും അതേ വർഷം തന്നെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അതായത് എവിടെയാണ് എക്സെപ്ഷൻസ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ആരുടെ ഇൻകത്തിനെയാണ് നമ്മളിങ്ങനെ അതാത് വർഷം ഏൺ ചെയ്ത വർഷം തന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്? അതായത് ഷിപ്പിംഗ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു നോൺ റെസിഡൻ്റ് ആണെങ്കിൽ അവരുടെ ഇൻകം നേടിയ വർഷം തന്നെ അവർ ടാക്സ് കൊടുക്കുന്നില്ല, അസസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ കേസ് ഓഫ് എ നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് കമ്പനി എനി ഇൻകം ഡിറൈവ്ഡ് ഇൻ ഇന്ത്യ. എന്താണ് നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്ത്യയിലെ പൗരത്വമുള്ള ആളല്ല, അയാൾക്ക് ഇന്ത്യൻ പൗരത്വമില്ല, അയാൾ റെസിഡൻ്റ് അല്ല, അവിടെ സ്ഥിരതാമസമുള്ള ആളല്ല. അപ്പോൾ പുറത്തുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിൽ വെച്ചിട്ട് ഇൻകം നേടിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? at 7.5% of such income and not in the assessment year. Earning at 7.5%, ആ ഇൻകത്തിൻ്റെ 7.5% ആണ് ടാക്സ് ചെയ്യേണ്ടത് ഇന്ത്യയിൽ. ഓക്കെ, ആൻഡ് നോട്ട് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ. അത് ഒരിക്കലും അസസ്മെൻറ്റ് ഇയറിലല്ല കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഈ റൂളിന് കുറച്ച് എക്സംഷൻ ഉണ്ട് എന്ന് പറയാൻ കാര്യം, ഇളവുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. ഒന്ന്, നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. രണ്ടാമത്തെ കേസിൽ ഇൻകം ഓഫ് പേഴ്സൺ ലീവിങ് ഇന്ത്യ, ഇന്ത്യ വിട്ടുപോയ വ്യക്തികളുടെ കേസിൽ. ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ദ അസസിംഗ് ഓഫീസർ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മേ ലീവ് ഇന്ത്യ ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ ഓർ ഷോർട്ട്ലി ആഫ്റ്റർ ഇറ്റ്സ് എക്സ്പയറി വിതൗട്ട് എനി പ്രസൻറ്റ് ഇൻറ്റൻഷൻ ഓഫ് റിട്ടേണിംഗ് ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരും എന്നുള്ള യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് ജീവിക്കാൻ വേണ്ടി പോയ ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഇൻകവും അപ് ടു ദ ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഷുഡ് ബി ടാക്സ്ഡ് ഇൻ ദ സെയിം ഇയർ. ഇപ്പോൾ ഒരാൾ കുറച്ചു കാലം ഇന്ത്യയിൽ വന്നിരിക്കുകയും ഇനി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ ഏത് സമയം വരെ ഇന്ത്യയിൽ നിന്നോ ആ മാസം വരേക്ക് ടാക്സ് ആ വർഷം തന്നെയാണ് അയാൾക്ക് ചാർജ് ചെയ്യപ്പെടുന്നത്. അതൊരിക്കലും നെക്സ്റ്റ് ഇയറിൽ അസസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണമായും തിരിച്ചു വരാത്ത വിധത്തിൽ തന്നെ നമ്മൾ ഇന്ത്യ വിട്ടു പോകുന്ന ഒരാളാണെന്ന് വെച്ചാൽ അവരുടെ ഇൻകവും ആ നേടിയ വർഷം തന്നെയാണ് ടാക്സ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ കേസിൽ ഇൻകം ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഫോംഡ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയോ പ്രത്യേക പരിപാടി നടത്തുന്നതിന് വേണ്ടിയോ ചിലപ്പോൾ നമ്മൾ ചില സംഘടനകൾ രൂപീകരിക്കാറുണ്ട്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറേ വ്യക്തികളുടെ കൂട്ടായ്മകൾ, അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്.
അങ്ങനെ ആ ഒരു പർപ്പസ് കംപ്ലീറ്റ് ചെയ്യുകയും അത് ആ കറണ്ട് ഇയറിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യത്തിന് വേണ്ടി ഫോം ചെയ്തു, ആ വർഷം തന്നെ അത് എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻകം, ആ എന്നാണോ ഡിസോൾവ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെയുള്ള അതിൻ്റെ ഇൻകം ആ വർഷം തന്നെയായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നോൺ റെസിഡൻറ്റ് ഷിപ്പിംഗ് ബിസിനസ്സിലുള്ള ആളുകൾക്ക് അതാത് വർഷം തന്നെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സൺ ലീവിങ് ഇന്ത്യ വിട്ട് കുറേ വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് വരാത്ത വിധത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഇൻകവും ഏത് സമയം വരെയാണോ അവരിവിടെ നിന്നത് ആ സമയം വരെ കണക്കാക്കിയിട്ട് അത് ആ വർഷം തന്നെ ടാക്സ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തെ കേസിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പേർപ്പസിന് വേണ്ടിയിട്ട്, ഈവെൻറ്റിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ നമ്മൾ ഫോം ചെയ്യുകയും അത് ആ വർഷം തന്നെ ഡിസോൾവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന ആ ഡേറ്റ് വരെ കിട്ടുന്ന ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ആ വർഷം തന്നെ കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ചില ആളുകൾ ടാക്സ് കൊടുക്കാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ ടാക്സിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ കൈവശമുള്ള സ്വത്തുവകളെല്ലാം നമ്മൾ വേറൊരാളുടെ പേർക്കാണത് എഴുതി കൊടുക്കുന്നുണ്ടാവുക. ഇഫ് എ പേഴ്സൺ ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഒക്കെ വേറൊരാളുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അസസിങ് ഓഫീസർ ഷാൽ ചാർജ് ഇൻകം ടാക്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ എന്താണ്, അവർക്ക് ഏത് സമയത്താണോ ആ ഒരു പ്രവൃത്തി നടന്നത് ആ വർഷം തന്നെ അതും ചാർജ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് ചെയ്യപ്പെടുന്നതാണ്. അഞ്ചാമത്തെ കേസിൽ പറയുന്നത് ഓൺ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇൻ കേസ് ഓഫ് ഡിസ്കണ്ടിന്യൂവൻസ് of business or profession, the income of the period from the expiry of the previous year to the date of such a discontinuance may be charged to tax in the same year. ഇനി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ തുടങ്ങിയിട്ട് അധികം മുന്നോട്ടൊന്നും പോയില്ല, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻകം ഓഫ് ദ പീരീഡ് ഫ്രം ദ എക്സ്പയറി ഓഫ് ദ പ്രീവിയസ് ഇയർ, അപ്പോൾ എപ്പോഴാണോ ഇൻകം ഏൺ ചെയ്തത് അതിൻ്റെ എക്സ്പയറി, പ്രീവിയസ് ഇയറിൻ്റെ എക്സ്പയറി വരെയുള്ള ആ ഡേറ്റ് വരെ ഉള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യപ്പെടുന്ന ആ വർഷം തന്നെ ചാർജ് ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 5 കേസാണ് എന്തിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇൻകം ഏൺ ചെയ്ത വർഷം തന്നെ ടാക്സ് കൊടുക്കുന്ന ഒരവസ്ഥ. സാധാരണ ഇൻകം ഏൺ ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലാണ് അത് അസസ് ചെയ്ത് ടാക്സ് പേ ചെയ്യുന്നത്. ഇവിടെ ഏൺ ചെയ്യുന്നതും ടാക്സ് കൊടുക്കുന്നതും ഒരേ വർഷമാവുന്ന കേസുകൾ ഈ 5 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഇൻകം എന്താണെന്നുള്ളത് പഠിച്ചു, അസസ്മെന്റ് ഇയർ എന്താണെന്നുള്ളത്, പ്രീവിയസ് ഇയർ, അതേപോലെ തന്നെ ആ ഒരു റൂളിലുള്ള എക്സെംഷൻ, അതായത് ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്താണെന്നുള്ളത്, പിന്നെ അങ്ങനെ ആക്സിലറേറ്റഡ് അസസ്മെന്റ് വരുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഈ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സമയത്ത് ഒരു വ്യക്തിയാണല്ലോ അത് അടയ്ക്കുന്നത്, അത് ആർക്കൊക്കെ ആവാം. ആ ഒരു ടാക്സിന്റെ കേസിൽ പേഴ്സൺ, വ്യക്തി എന്ന് പറയുന്ന ആരൊക്കെയാണ് കണക്കാക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, ഏതെങ്കിലും ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ. പിന്നെ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതായത് പാരമ്പര്യമായിട്ട് കുടുംബത്തോടു കൂടി തന്നെ വേറുള്ള വീട്ടിലൊന്നും മാറാതെ ജോയിന്റ് ഫാമിലി ആയിട്ടുള്ള ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതൊരു പേഴ്സണായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനീനെയും ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാം. ഒരു ഫേം, അതേപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ ലോക്കൽ അതോറിറ്റി, എവ്രി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. എവ്രി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, അവർ ഒറിജിനലി വ്യക്തികളല്ല, പകരം നിയമത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിത്വം കൽപ്പിക്കുന്ന ആളുകൾ, അതായത് ഒരു ദൈവം അല്ലെ, ആരാധനാമൂർത്തികൾ, ദൈവം അല്ലെങ്കിൽ പ്രതിമ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിക് കോർപ്പറേഷൻ, അതെല്ലാം എന്താണ്, നിയമത്തിന്റെ മുമ്പിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സിന്റെ കേസ് ആരൊക്കെയാവാം, ഒരു വ്യക്തി ആവാം, ഒരു കമ്പനി ആവാം, ഒരു ഫേം ആവാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അതേപോലെ ലോക്കൽ അതോറിറ്റി, അതല്ലെങ്കിൽ എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇനി അഞ്ചാമത്തെ മെയിൻ പോയിന്റ് അസസി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ ടേമും 2 മാർക്സിന്. ഇതൊന്ന് പല ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്.
അതിലെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസസി എന്ന് പറയുന്ന ആരാണ്? ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്? ആരാണോ ടാക്സ് അടയ്ക്കാൻ ബാധ്യത ഉള്ള ആള്, അവരെയാണ് അസസി എന്ന് പറയുന്നത്. ഇനി അതർ സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി അണ്ടർ ദ ആക്ട്. ആക്ട് പ്രകാരം എന്തെങ്കിലും ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ അല്ലെങ്കിൽ ടാക്സോ ഒക്കെ അടയ്ക്കാൻ ബാധ്യത ആർക്കാണോ വരുന്നത് ആ വ്യക്തിയാണ് അസസി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ചില കേസിൽ ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരാൾക്കും എന്ത് ചെയ്യാം, അസസി ആയിട്ട് മാറാം. അതിന്റെ പ്രൊസീഡിങ്സിന്റെ ഭാഗമായി തന്നെ എന്തെങ്കിലും ഒരു ലോസ് സസ്റ്റെയിൻഡ് ബൈ ഹിം ഓർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം, ഒരു വ്യക്തിയിലൂടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീഫണ്ടുകൾ എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ട ആവശ്യം, ഒരു ലോസ് സസ്റ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്താൽ അവരൊക്കെ അസസിയുടെ ഭാഗം തന്നെയാണ്. ഡീംഡ് ടു ബി എൻ അസസി, അസസിക്ക് പകരമായി നിൽക്കുന്നത്. പിന്നെ അസസി ഇൻ ഡിഫോൾട്ട്, അതെന്താണ്? അതിലെപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അസസി ആരാന്ന് ചോദിക്കാറുണ്ട്, ഒപ്പം തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഹു ഈസ് നോൺ ആസ് ഡീംഡ് അസസി. ആരെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ആസ് ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ ഓർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സം അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡീംഡ് അസസി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ ഞാനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ എനിക്ക് പകരമായിട്ട് എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ റെപ്രസെൻറ്റേറ്റീവിനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ അതർ പേഴ്സണെ തന്നെയാണ് എന്ത് പറയുന്നത്, ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, പാരന്റ് ഇൻ റെസ്പെക്ട് ഓഫ് മൈനർ സൺ ഓർ ഡോട്ടർ. ഇപ്പോൾ നമുക്ക് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ഡീംഡ് അസസി എന്ന് പറയുന്ന ആരാണ്? പാരന്റ് ആയിരിക്കും. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ നിയമപ്രകാരമുള്ള പിന്തുടർച്ച അവകാശമുള്ള ആളുകൾ ആരാണോ അവരാണ് ഡീംഡ് അസസി. ഏജന്റ് ഓഫ് എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളുടെ കാര്യങ്ങൾ ചിലപ്പം ഇന്ത്യയിൽ നോക്കി നടത്താൻ വേണ്ടി അയാളെ ഏൽപ്പിക്കുന്ന ഏജന്റുമാരുണ്ടാവാം, അവരും ഡീംഡ് അസസിയാണ്. അപ്പം നമ്മൾക്ക് പകരമായിട്ട് നമ്മുടെ പോലത്തെ കാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്ന വ്യക്തിയെ തന്നെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അസസി ഇൻ ഡിഫോൾട്ട്. ആരെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്? വെൻ എ പേഴ്സൺ ഈസ് ലയബിൾ ടു ഡു എ വർക്ക് ഓർ ഡ്യൂട്ടി അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു പേഴ്സൺ ഒരു വർക്ക് ചെയ്യാനോ ഒരു ഡ്യൂട്ടി ചെയ്യാനോ ലയബിൾ ആവുകയും ആൻഡ് ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ്, ചെയ്യേണ്ട ആ കാര്യം അയാൾക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഡിഫോൾട്ടഡ് ആയി അവിടെ, കാരണം ഫോൾട്ട് വന്നു, അയാളുടെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് അവിടെ സംഭവിച്ചു, ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരു വർക്ക് അത് ചെയ്യാൻ സാധിക്കാതെ ഒരു ഫോൾട്ട് അവിടെ വരുന്നു. അപ്പോൾ ആ അസസിനെ പറയുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, an employer is liable to deduct tax at source on payment of salary to his employees. എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ടാക്സ് അറ്റ് സോഴ്സിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ബാധ്യത എംപ്ലോയർക്ക് ഉണ്ട്. പക്ഷെ ആ എംപ്ലോയർ ആ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ് ഹി ഈസ് എൻ അസസി ഇൻ ഡിഫോൾട്ട്. ഇവിടെ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? എംപ്ലോയർക്കാണ്. എംപ്ലോയിക്ക് ശമ്പളം കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അവർക്ക് ആ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് പിടിക്കേണ്ടതുണ്ട്. പക്ഷെ അയാൾ അത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അയാളെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അഗ്രികൾച്ചറൽ ഇൻകം? എന്തിനാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്? എളുപ്പത്തിൽ തന്നെ നമുക്ക് പറയാം, any rent or revenue derived from land which is situated in India and is used for agricultural purposes. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകം ടാക്സിൽ ഈ ഓരോ ടേമുകൾ എന്ന് പറയുന്നത്. എനി റെന്റ്, ഏതെങ്കിലും ഒരു തരത്തിൽ വാടകയോ റവന്യൂവോ നമുക്ക് ഒരു ഭൂമിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭൂമി എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നതായിരിക്കണം? ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നതോ ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്, ആ ഭൂമി ഏതെങ്കിലും കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്നതോ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ്, അഗ്രികൾച്ചർ ഓപ്പറേഷനിലൂടെ എന്തെങ്കിലും വരുമാനം
അതിൽ നിന്ന് ലഭിക്കുന്നതോ or any process or sale of such procedure such produce any income from a farmhouse. ഒരു ഫാം ഹൗസിൽ നിന്ന് ഏതെങ്കിലും തരത്തില് ഫാം ഹൗസിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടോ സെയിൽ നടന്നതിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഒരു ഇൻകം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? അഗ്രികൾച്ചറൽ ഇൻകം. നമ്മൾ വിചാരിക്കും കൃഷി ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഇൻകം ആണെന്ന്. പക്ഷെ അത് ഏതൊക്കെ തരത്തിലാണെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിലായിരിക്കണം ആ ഭൂമി, അതിൽ നിന്ന് നമുക്കൊരു റെന്റോ റവന്യൂ കിട്ടിയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം അഗ്രികൾച്ചറൽ പ്രോസസ്സിലൂടെ ഓപ്പറേഷനിലൂടെ നമുക്ക് ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ നമുക്കൊരു ഫാം ഹൗസിന്റെ ഭാഗമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാം. അത് പ്രൊഡ്യൂസ് ചെയ്യുക പ്രോസസ്സിന്റെ ഭാഗമായിട്ടോ സെയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇൻകം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനെല്ലാം നമുക്ക് എന്തായിട്ടാണ് കണക്കാക്കുക? അഗ്രികൾച്ചർ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പം അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ അസസ്സി ആരാന്ന് ചോദ്യം വരാറുണ്ട്. ഡീംഡ് അസസ്സി എന്ന് പറയുന്ന ആരെയാണ്? അപ്പോൾ അവിടെ ഡീംഡ് അസസ്സി പറയുമ്പോൾ ഓർക്കേണ്ടത് റെപ്രസെൻറ്റേറ്റീവ്. അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ തെറ്റ് സംഭവിക്കുന്ന ആളാണ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഗ്രികൾച്ചർ ഇൻകം എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ചോദിക്കും ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ വരുമാന മാർഗം ഉണ്ടോ ആ വരുമാനത്തിനൊക്കെ നമ്മൾ ടാക്സ് പഠിക്കുമ്പോൾ ഒരു 5 ഹെഡിങ്ങിൽ പറയും. അപ്പോൾ ആ 5 ഹെഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വരുമാനമാണോ കിട്ടുന്നത് അതിൻ്റെ എല്ലാ ആകെ തുകേനെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതിൽ ചോദിക്കുന്നുണ്ട് വാട്ട് ഇസ് ടോട്ടൽ ഇൻകം. ഇതെല്ലാം 2 മാർക്സ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, ടോട്ടൽ ഇൻകം എന്താണ്? അപ്പോൾ ടോട്ടൽ ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഓൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 18. ഗ്രോസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം കണക്കാക്കുന്ന 5 ഹെഡിലൂടെയാണ്. ആ 5 ഹെഡിലും നമ്മൾക്ക് എന്തൊക്കെയാണോ ഇൻകം ഉള്ളത് കിട്ടുന്നത് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകവും. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറച്ച് ഇളവുകളുണ്ട്, ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണോ നമുക്ക് കിട്ടിയ ടോട്ടൽ അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഇളവുകളെ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നതിന് എന്ത് പറയുന്നത്? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻകം ഓൺ വിച്ച് ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ കണക്കാക്കുന്ന ഇൻകത്തിനെ തന്നെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഒരിക്കലും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലല്ല ഇൻകം ടാക്സ് കണക്കാക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകം അറിഞ്ഞിട്ട് അതിൽ നമുക്ക് കുറച്ച് ഇളവുകൾ കിട്ടാനുണ്ട്. അതും കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കണക്കാക്കുക? ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ ഇൻകത്തിനെ പറഞ്ഞ വേറൊരു പേരാണ് ടാക്സബിൾ ഇൻകം. ഇവിടെയാണ് ടാക്സ് കണക്കാക്കുക, അതുകൊണ്ടാണ് ഇതിനെ ടാക്സബിൾ ഇൻകം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. എന്തിനാണ് MMR എന്ന് പറയപ്പെടുന്നത്? അതായത് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഇത് ടാക്സിന്റെ ഒരു റേറ്റ് ആണ്. ഇവിടെ സർചാർജ് ഉൾപ്പെടെ വരുന്ന applicable to the highest slab of income of an individual. ഒരു വ്യക്തിയുടെയോ അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെയോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെയോ സർചാർജ് ഉൾപ്പെടെ വരുന്ന ഹയസ്റ്റ് സ്ലാബിലുള്ള ഇൻകം ആസ് സ്പെസിഫൈഡ് ഇൻ ദ ഫിനാൻസ് ആക്ട് ഈച്ച് ഇയർ. ഓരോ വർഷവും അത് ഫിനാൻസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഈ മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ഫോർ ദ അസസ്മെൻറ്റ് ഇയറിനെയാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. ടാക്സിൻ്റെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആയിരിക്കും ഇവിടെ പറയുക. അത് വ്യക്തിക്കോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ ഒക്കെ അതാത് വർഷം ഫിനാൻസ് ആക്ടിൽ പറയും ഇത്രയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ് ആയിരിക്കും. സർചാർജ് ഉൾപ്പെടെ വരുന്നതാണ് ഇതിൽ കണക്കാക്കുന്നത്. ഇനി ഈ വർഷത്തെ ഈ MMR എത്രയാണെന്നറിയോ? 42.744%. ഇത് നിങ്ങൾ പഠിക്കണം. കാരണം ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ 5 ഹെഡുകളും എങ്ങനെയാണ് ഇതിന് ഡിഡക്റ്റ് ചെയ്യേണ്ടതും അതൊക്കെ കഴിഞ്ഞ് ടാക്സ് ഇതിൻ്റെ മുകളിലാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മാർജിനൽ റേറ്റ് എത്രയാണ് മാക്സിമം കൊടുക്കാവുന്ന? 42.744% ആണ്. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഇയറിൽ MMR ആണ് 42.744% എന്ന് പറയാം. അപ്പോൾ മാക്സിമം മാർജിനൽ റേറ്റ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പറയുന്ന 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കാഷ്വൽ ഇൻകം. എന്തിനാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്? ഏതെങ്കിലും തരത്തിൽ കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഇപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മാസവും കിട്ടും.
അതിൻ്റെ പ്രത്യേകത എന്താ? അത് റിക്കറിങ് നേച്ചർ. എന്താ റിക്കറിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേപോലെ എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് റിക്കറിങ് നേച്ചർ. അപ്പോൾ നോൺ റിക്കറിങ് നേച്ചർ എന്താണ്? നമുക്ക് അങ്ങനെ ഒരേപോലെ ഒന്നും കിട്ടില്ല. ഇപ്പം ഇടയ്ക്ക് നമുക്ക് വല്ല അലവൻസ് കിട്ടും, ഇടയ്ക്കൊരു ബോണസ് കിട്ടും, ഇടയ്ക്കൊന്നും നമുക്ക് ഇപ്പം ലോട്ടറി എല്ലാ ദിവസവും എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാ ദിവസവും വരുമാനം കിട്ടുമോ? ഒരിക്കലും ഇല്ല. ചിലപ്പോൾ മാത്രമാണ് അത് കിട്ടുന്നത്. അപ്പം ചിലപ്പോൾ മാത്രം കിട്ടുന്ന ഇൻകത്തിനെയാണ് എന്ന് പറയുന്നത് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ റിക്കറിങ് ഇൻ നേച്ചർ എന്ന് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ വിന്നിങ് ഫ്രം ലോട്ടറി നല്ലൊരു എക്സാമ്പിളാണ്. ലോട്ടറി എന്നും എടുക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആൾക്ക് എന്നും വരുമാനം കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ലോട്ടറിയിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാവുക, അല്ലെങ്കിൽ വല്ല ക്രോസ് വേർഡ് പസിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുക, ഏതെങ്കിലും കാർഡ് ഗെയിമുകൾ കളിക്കുമ്പോൾ, ബെറ്റ് വയ്ക്കുമ്പോൾ ഒക്കെ അൺയൂഷ്വൽ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകമാണ്. ഇതിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. സോ ഈ 10 പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇനി വരുന്ന ചാപ്റ്ററിലൊക്കെ ചിലപ്പോൾ ഈ പേരുകളൊക്കെ പറയുക. അപ്പോൾ എന്താണ് ഇത് അർത്ഥം അറിയാതെ ഇരിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, ഫസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടാക്സ് ആണ്. കാരണം ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്റ്റ് ഓഫ് ടാക്സും ഒരു വ്യക്തിയിലാണ് വരുന്നതെങ്കിൽ അതന്നെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇൻകം ടാക്സ് ഒരു വ്യക്തിയിൽ തന്നെ വരുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആനുവൽ ടാക്സ് ആണ്. ഒരു വർഷമുണ്ട് നമ്മുടെ മുമ്പിൽ അല്ലേ? ആ 12 മാസവും നമ്മൾ നേടുന്ന ഇൻകത്തിന്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നു. ആ വർഷം അവസാനമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആർക്കാ നമ്മൾ കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റിനാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിന്റെ 3/4 ഭാഗവും സെൻട്രൽ ഗവൺമെന്റ് ആർക്കാണ് കൊടുക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റാണ് കൊടുക്കുന്നത്. എല്ലാം ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തേൽ പറഞ്ഞിരിക്കുന്നത് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 8 കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇൻകം ടാക്സ് പർപ്പസിലേക്ക് വരുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഇൻകത്തിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 5 ഹെഡിങ്ങിലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു നമ്മൾ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം പറയുമ്പോൾ പറഞ്ഞല്ലോ 5 ഹെഡിലൂടെയാണെന്നുള്ളത്. അപ്പോൾ ആ 5 ഹെഡ് ഏതാണ്? ഇനി ഇതാണ് നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇൻകം എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഇൻകം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ, ബിസിനസ്സിനോ പ്രൊഫഷനൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, ക്യാപിറ്റൽ ഗെയിൻസ്. ഇത് 4ലും പെടാത്ത ബാക്കിയുള്ളതെല്ലാം വരുന്നതാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 5 ഹെഡിലൂടെയാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. സാലറി, പ്രോഫിറ്റ് ഓർ ഗെയിൻസ്, അതേപോലെ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ വാടക വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടെങ്കിൽ വിചാരിക്കുക, അവിടെ നിന്ന് എല്ലാ മാസവും വാടക കിട്ടുന്നില്ലേ? അത് നമ്മുടെ ഇൻകമാണ്. അത് എവിടെ നിന്നുള്ളത്? ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ഇൻകമാണ്. അപ്പോൾ പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ്. ഇനി ഇപ്പം പറഞ്ഞതിലൊന്നും പെടാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടി പറയുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസ്, മറ്റുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ്. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് പറയുന്നത് ടാക്സ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട്. എല്ലാ വർഷവും ആനുവൽ ഫിനാൻസ് ആക്ട് ഉണ്ടായിരിക്കും. ആ ആക്ടിലായിരിക്കും ആ ടാക്സ് റേറ്റ് എത്രയാണെന്നുള്ളത് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇനി ഇല്ലീഗൽ, എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഇസ് ടാക്സബിൾ. നമുക്ക് ടാക്സിന്റെ പർപ്പസിൽ അത് ലീഗൽ ഇൻകം ആണോ അല്ലേ നോക്കേണ്ട കാര്യമില്ല. അത് ലീഗലായാലും ഇല്ലീഗലായാലും അതെന്താണ്? ടാക്സബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സിന്റെ ഫീച്ചേഴ്സ് നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. ഡയറക്റ്റ് ടാക്സ് ആണ്, ആനുവൽ ടാക്സ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. 5 ഹെഡിലൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആനുവൽ ഫിനാൻസ് ആക്ടിലാണ് അത് എത്രയാണ് ടാക്സ് റേറ്റ് എന്ന് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ലാസ്റ്റ് പറയുന്നത് എനി ഇൻകം മസ്റ്റ് ബി ടാക്സബിൾ എന്നാണ് പറയുന്നത്. അത് ലീഗൽ ആയിക്കോട്ടെ ഇല്ലീഗൽ ആയിക്കോട്ടെ, നിയമം അനുശാസിക്കുന്നതോ നിയമപരമല്ലാത്തതോ ആയിട്ടുള്ള ഏതൊരു ഇൻകത്തിന്റെ മുകളിലും അത് ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻകം ടാക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കുറേ കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ 1. അപ്പോൾ ഇതിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാറുള്ളതും റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുക്കുമ്പോൾ തന്നെ ഒപ്പം പറഞ്ഞു പോകുന്നുണ്ട്. അത് ആ ലെവലിൽ തന്നെ കണക്കാക്കിയിട്ട് പഠിച്ചു തുടങ്ങുക. ആൻഡ് അത് കൂടാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ് എസ്സേ ആയിട്ട്, അപ്പം നമ്മൾ ഈ പറഞ്ഞ 10 പോയിന്റ് ഒരു എസ്സേ ക്വസ്റ്റിന് വകുപ്പുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എസ്സേ എന്ന് പറയുന്നു ഈ 10 പോയിന്റുകൾ തന്നെയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അപ്പോൾ വീഡിയോ ഇതുവരെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മുന്നത്തെ
വീഡിയോസ് കൂടി ഒന്ന് കണ്ടു തുടങ്ങുക. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇടയിൽ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും നമുക്കത് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇൻകം ടാക്സ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാക്സ് ടഫാണെന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക്